ആണ് അവ. എവിടെ നോക്കിയാൽ അബ്രഹാമിനെ നോക്കിയാലാണെങ്കിൽ സാറ, അബ്രഹാമിന്റെ വൈഫ് സാറ, അങ്ങനെ. പക്ഷെ അവിടെ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ദൈവം പുരുഷന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവര് ശരിക്കും ലീഡേഴ്സ് ആയിട്ട്, എന്ന് വെച്ചാൽ ലീഡേഴ്സ് ആയി വന്ന 2 വ്യക്തിയുള്ളൂ. ഒന്ന് ഡെബോറ ആണെങ്കിൽ ഒരിക്കലും ഡെബോറയുടെ ഭർത്താവിന്റെ അഡ്രസ്സിലല്ല വന്നത്, പിന്നെ വന്നത് എസ്തർ. ഈ 2 സ്ത്രീകൾ ഒഴിച്ചാണെങ്കിൽ വേറെ ആരും ബൈബിളിനകത്ത് കുറെ സ്ത്രീകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ എല്ലാം ഹസ്ബൻഡ് റിലേറ്റഡ് കണക്റ്റഡ് ആയിരുന്നു. അവർക്ക് പല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ലീഡർഷിപ്പായിട്ട് പറഞ്ഞ 2 പേരേ ഉള്ളൂ. പിന്നെ പുതിയ നിയമത്തിലായിരുന്ന ദൈവമാണെങ്കിൽ പഴയ നിയമത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത്രയും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത് യേശു ക്രിസ്തു ജനിച്ചത് ഒരു സ്ത്രീയെ ധ്രുവ. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദാം ധ്രുവാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പൊ ദൈവം 3 പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് 3 പേരും ഫുൾ പവർ കൊടുത്തത്, അല്ലെങ്കിൽ ഫുൾ കൊടുത്തത് അങ്ങനെ ആദാമിനാണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ മേരിക്കാണ് കൊടുത്തത്. അപ്പൊ മേരിയുടെ വയറ്റിൽ അല്ലെങ്കിൽ മുമ്പിൽ യേശു ക്രിസ്തു ജനിക്കണമെങ്കിൽ എന്ത് ശക്തിയാണ് ആ മേരി വഹിച്ചിട്ടുള്ളത്. സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ശക്തി നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ ശക്തി അവൾ വഹിക്കുന്നത് നമ്മളത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു 400 വർഷ കാലഘട്ടത്തിൽ പഴയ ദൈവമില്ലായിരുന്നു. ആ കാലഘട്ടം ഭയങ്കര മ്ലേച്ഛതയായിരുന്നു. ആ കാലഘട്ടം